ഇത് മഹേന്ദ്ര ട്രിയോയുടെ ഇലക്ട്രിക് വണ്ടിയാണ്. ഇത് ഇറങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിൽ തന്നെ ഡ്രൈവർക്ക് ചില ആശങ്കകളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഡ്രൈവറോട് ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് വിജയൻ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 8 മാസം കഴിഞ്ഞു. 8 മാസമായി. എത്രായിരം കിലോമീറ്റർ ഓടി? 30. വണ്ടിക്ക് എന്തെങ്കിലും പണി വരുന്നുണ്ടോ? പണിയെ അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും വന്നില്ല. ഒന്നും തന്നെ ഇല്ല. പിന്നെ എത്ര കിലോമീറ്റർ ദൂരെ ഓടാൻ പറ്റും? ദൂരം ഓടുകയെന്ന് പറഞ്ഞാൽ 70 കിലോമീറ്റർ ഓടാം. തിരിച്ചു വരുമ്പോൾ ശരി, ചാർജ് ചെയ്തിട്ട് വേണം വരണ്ടേ. പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, ആദ്യമേ വണ്ടി എടുത്തവരുടെ പിന്നെ ഈ ചാർജർ വേഗം തന്നെ അടിച്ചടിച്ച് പോകും, അതുകൊണ്ട് ഡ്രൈവർമാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, വഴി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നതെന്നൊക്കെ. അത് ശരിയാണോ? അല്ല, ഇപ്പം ഇറങ്ങുന്നൊന്നും അങ്ങനെ വരുന്നില്ല. ഇത് ഗ്യാരണ്ടി ഉള്ളത് 5 വർഷത്തെ ഗ്യാരണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാഹചര്യം ഉണ്ടോ ഈ വണ്ടിക്ക്? അതായത് ഇതിൻ്റെ പിന്നെ കൺട്രോളറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഒന്നും തന്നെ വരാനില്ല. അതേപോലെ തന്നെ മഴയത്ത് ചാർജ് ചെയ്യാൻ പറ്റുമോ ഇതിന്? ഇടിയും മിന്നലും ഉള്ള സമയങ്ങളിൽ? ഇടിയും മിന്നലുള്ള സമയത്ത് നമ്മൾ പരമാവധി ഒഴിവാക്കണം. അപ്പം നമ്മുടെ വീട്ടിനകത്ത് ഫ്രിഡ്ജും ടി വി ഒക്കെ പോകുന്ന പോലെ ചാർജറും പോകും. അത്രയേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, വണ്ടിയുടെ മോഡൽ അത്ര ശരിയല്ല, ഫ്രണ്ട് അത്ര ശരിയല്ല, കാണുന്നതിന് ഒരു ഇഫക്റ്റ് ഇല്ലെന്നൊക്കെ പറയുന്നല്ലോ. പക്ഷേ മോഡൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സൈഡ് ഇച്ചിരി പുറത്തോട്ട് വരേണ്ടത് ഞാൻ, അത് നമ്മൾ സൈഡ് അടിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അത് ശരി. മഴ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഇതില്ലേ കമ്പനി അടിച്ചിരിക്കുന്നത് ശരിയാവുന്നില്ല. കമ്പനിയുടെ ശരിയാവുന്നില്ല. നമ്മൾ എക്സ്ട്രാ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. വണ്ടിയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ വെള്ളം വരത്തില്ല. വെള്ളം ഇങ്ങനെ ഇതിന്റെ ഈ വളമുണ്ടല്ലോ, ഈ വളം ഒതുങ്ങി കിടക്കുന്നത് വെള്ളം ഇങ്ങനെ വീഴും. അത് ശരി. ഈ ചാർജ് ചെയ്യുന്ന വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നത്, അതോ സർവീസ് സ്റ്റേഷനിലോ പിന്നെ പോസ്റ്റലിലോ അല്ലോ? അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല. വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അങ്ങനെ വലിയ ലോങ് ഓട്ടം പോയിട്ടില്ല. ഇത് നമുക്ക് ഷട്ടിലോടാനാ വണ്ടി ഏറ്റവും ബെറ്റർ. ലോങ്ങിന് അത്ര ശരിയാവത്തില്ല. ലോങ്ങിന് ശരിയാവും. അത് മൊബൈലിൽ ആപ്പ് കയറ്റി ഓടുന്നത്. ഞാനങ്ങനെ പോയിട്ടില്ല. പോകുമ്പോ പിന്നെ അന്നേരം നോക്കാം. ശരി. മാത്രമല്ല, പുതിയതായിട്ട് ഈ ചാർജ് ചെയ്യുന്നതിന് 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യുന്ന സ്റ്റേഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പിന്നെ നീളമുള്ള ഓട്ടത്തിന് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അതില്ലാത്തതിന്റെ ഫലമാണ് ഈ ബുദ്ധിമുട്ട്. നമ്മുടെ ബാറ്ററി കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദൂര ഓട്ടത്തിന് 100-120 കിലോമീറ്റർ ഓടി കഴിയുവാണെങ്കിൽ, ഏതെങ്കിലും പോസ്റ്റയിൽ നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ 7 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ എടുക്കേണ്ട സാഹചര്യം വരും. അത് ഈ ഓട്ടത്തിനെ ബാധിക്കുന്നതാണ്. 7 മണിക്കൂറൊന്നും വേണ്ട. 4.5 മണിക്കൂറുണ്ടാവും വീട്ടിൽ രാത്രി കുത്തിയിടുമ്പോൾ. അത് ശരി. 7 മണിക്കൂറൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ചാർജ് ചെയ്ത് വരാൻ കഴിയും. പക്ഷെ നമ്മളത് ഞാനായിട്ട് പോയിട്ടില്ല. പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരി. മൊബൈൽ ആപ്പ് കയറ്റാൻ നമ്മൾ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഇത് മൊബൈലിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഈ ചാർജർ മോഡെന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പിന്നെ എത്ര യൂണിറ്റ് വേണമെന്നും പറഞ്ഞുള്ള ഒരു പട്ടിക വരും. ആദ്യമേ ഒരു ഡിസ്പ്ലേ സ്ക്രീനകത്ത് വരും. 99 രൂപ, 200 രൂപ, 400 രൂപ ഇങ്ങനെ വരും. അതായത് 10 യൂണിറ്റ്, 15 യൂണിറ്റ്, 40 യൂണിറ്റ്, 50 യൂണിറ്റ്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ഉദാഹരണം 99 രൂപയുടെ ഒരു ചാർജിന് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ പൈസ കൊടുക്കേണ്ട വഴിക്ക് വേണ്ടിയുള്ള ഡിസ്പ്ലേ സ്ക്രീൻ വരും. അത് നമ്മുടെ ബാങ്കിനകത്ത് ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ അക്കൗണ്ടിനകത്തൂടാണ് അവർ പിടിച്ചു കഴിയുന്നത്. അത് പിടിച്ചു കഴിയാൻ നേരത്ത് നമുക്ക് സക്സസ് ആയി കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും സ്റ്റേഷനിൽ പോയി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ QR കോഡിനകത്ത് നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു QR കോഡ് കാണും. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിന്റെ QR കോഡ് എപ്പോൾ പിടിച്ചു കഴിയുന്നോ അപ്പം തൊട്ട് നമുക്ക് ചാർജ് ആവും. അന്നേരം നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജിങ് മോഡിനകത്ത് തന്നെ ഒരു പ്രത്യേകമായിട്ട് റെഡ് സ്വിച്ച് ഉണ്ട് ഓൺ ആക്കേണ്ട വഴിക്ക് വേണ്ടി. അത് ഓൺ ആവുകയും നമുക്ക് ഇതിനകത്ത് ചാർജ് ഏറുകയും ചെയ്യും. അത് നമ്മുടെ ഈ മൊബൈൽ ആപ്പിനകത്തൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇത്രയുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഇത്രയും ദീർഘമായിട്ടുള്ള ഓട്ടം പോയി കഴിയുന്നിടത്ത് ഈ 6-7 മണിക്കൂർ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് പോകുന്നില്ല. ദൂരെ ഓട്ടത്തിന് പോകുന്നതിന് സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ട് ഈ ഇലക്ട്രിക് വണ്ടികൾക്ക്. അതുകൊണ്ട് 5 മിനിറ്റിൽ ചാർജ് ആവുന്ന രീതിയിലുള്ള സിസ്റ്റം നടപ്പാക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയം പോലെ പെട്ടെന്ന് നടക്കുന്ന രീതിയിലുണ്ടാവണം. അല്ലെങ്കിൽ ചാർജർ ചൈനയിലൊക്കെ ഉണ്ടല്ലോ മോനെ ഈ ബാറ്ററി മാറി വെക്കുന്നത്. അതെ, നമ്മളെ കൊടുക്കുക, അടുത്ത എടുത്തോണ്ട് വരും. ആ സിസ്റ്റത്തിലുള്ള ഇത് കണ്ടുപിടിക്കണം. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. വണ്ടിക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമൊന്നുമില്ല. ഓട്ടം ഉണ്ടെങ്കിൽ ലാഭം, ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ. ഇന്നത്തെ സാഹചര്യത്തിൽ ഓട്ടം വളരെ കുറവാണല്ലോ. അന്നേരം എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? കുടുംബത്തെ എങ്ങനെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റും?
കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള പ്രായമുള്ള ആളായതുകൊണ്ട് നമ്മൾ ഒരു വലിയൊരു കാര്യമായിട്ട് അത് എടുക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചെറുപ്പക്കാരെ കൊണ്ട് വലിയ പാടാണ്. ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ജീവിത ചെലവുകളൊക്കെ എങ്ങനെ പറയുന്നത്? ചിലവുകൾ ഇപ്പോൾ എല്ലാം അധികമല്ലേ, ഒന്ന് വരുന്നതിന് 9 ചിലവ് വരും, പിന്നെ എന്ത് ചെയ്യാൻ. അതുപോലെ റോഡ് ഓടുന്നതിനുള്ള രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ കട്ടർ റോഡ് വരുമ്പോ ഈ വണ്ടിക്ക് പ്രശ്നമുണ്ട്. ഉണ്ട്. കട്ടർ റോഡ് വരുമ്പോ ഇതിന്റെ ബുഷ് വർക്ക് ചെയ്യുന്നില്ല. കടകടാന്ന് അടി വരും. അതൊരു നെഗറ്റീവ്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് സാധാരണ ഉള്ള ഓട്ടോയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലുള്ള സാധനം, ഇത് ബുഷ് പോലുള്ള സാധനം. ഈ ബുഷ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഇല്ലെന്നുള്ളതാണ്. വർക്കിംഗ് ഇല്ല. കട്ടറിനകത്ത് ആടി കഴിയുമ്പോൾ ഫ്രണ്ടിലോട്ട് മറിയും. ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാണ്, ഭയങ്കര ദോഷമാണ്. ഇത് കമ്പനിയെ അറിയിച്ചിട്ടില്ല? കമ്പനിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉണ്ട്. എന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഇതുവരെ ഒരു കാര്യവുമില്ല, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അത് മാത്രമല്ല, നമ്മൾ എവിടെങ്കിലും കട്ടർ റോഡിൽ കൂടെ പോകാനേ പറ്റത്തില്ല. ആള് കസ്റ്റമർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ ഇതിനകത്തുള്ള ബുദ്ധിമുട്ട്. ഇത് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ബുഷ് എന്ന് പറയുന്ന സാധനം ഓടുന്ന സമയത്ത് കിരുകിരാന്നുള്ള സൗണ്ട് ഉണ്ട്. ആളുകൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നമാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. അതാണ് വേറൊരു പ്രശ്നം. അതായത് ഈ ഇതിന്റെ ബുഷിനകത്ത് വെള്ളം നനയുകയോ അല്ലെങ്കിൽ ഓയിൽ അടിക്കുകയോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, വെള്ളം നനയോ മഴ സമയത്ത് സൗണ്ട് ഇല്ല ഈ ബുഷിന്, അല്ലാത്ത സമയത്ത് കിരുകിരാന്ന് സൗണ്ട് വരുന്നു. അത് അവരെ അവിടെ പറഞ്ഞിട്ടും അവര് മാറ്റാമെന്ന് പറയുന്നതല്ലാതെ മാറ്റില്ല. 10 സർവീസ് ചെയ്യുമ്പോ പോലെ സൗണ്ട് ഉണ്ട്. അവര് ഓയിൽ അടിച്ചാൽ മതിയെന്ന് പറയും, ഈ ബുഷ് മാറണമെന്ന് പറയും. ബുഷ് മാറാൻ ചെല്ലുമ്പോ അവിടെ സാധനമില്ല. അപ്പൊ 30,000 ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് അവര് സാധനം വന്നിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ, ഈ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവര് തന്നെ പേടിച്ചു. ഈ മഴ സമയത്താകുമ്പോ അതിനകത്ത് ഈർപ്പം അടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ബുഷിന്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ദോഷമായിട്ട്. അത് കമ്പനി മാറാത്തടത്തോളം കാലം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് കമ്പനി അതിന് മാറ്റിയില്ലെങ്കിൽ ഇനിയുള്ള തലമുറ ഈ വണ്ടി എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അത് മെയിൻ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു കുഴഞ്ഞാണ് സർവീസിന്. ഇപ്പോഴും സർവീസ് ആയി 30,000. അപ്പൊ അവര് പറയുന്ന സാധനം വന്നിട്ടില്ലെന്ന്. 10 ചെന്നപ്പോഴും സാധനം വന്നില്ല എന്ന് പറഞ്ഞു. 20 ചെന്നപ്പോഴും പിന്നെ അടുത്ത് പിന്നീടാവും. അപ്പൊ 30 സാധനം വന്നിട്ടില്ലെന്ന് പറയും. ഇത്രയും പ്രധാനപ്പെട്ട വലിയൊരു കമ്പനിക്ക് ഈ സാധനം വന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് വളരെ മോശമാണ്. നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞല്ലേ പറ്റൂ. അതെ, വളരെ മോശമാണ്. അത് അവർ ചെയ്തു തരേണ്ടെന്ന് കടമ അവർക്കുള്ളതാണ്. അതെ, നമ്മൾ പറയുമ്പോ ഇപ്പോഴും പറയുന്നത് വെയിറ്റ് ചെയ്യുന്ന. എത്ര നാളാ വെയിറ്റ് ചെയ്യുന്നത്? കുടുംബം പോറ്റണ്ടായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വണ്ടി ഓടേണ്ടതല്ലേ. എല്ലാം വെയിറ്റ് ചെയ്യും, ഞാൻ സാധനം വരട്ടെ അങ്ങനെ പറയുന്നത്. അതുപോലെ മോട്ടറിനൊന്നും തന്നെ കുഴപ്പമില്ലല്ലോ. മോട്ടറിന് ഒന്നും കുഴപ്പങ്ങളൊന്നും തന്നെ വരത്തില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെയും കമ്പനി ഈ മാതിരിയുള്ള മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ട് ഡ്രൈവർക്ക് മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെ, കസ്റ്റമർ ഇല്ലാതെ വരുന്നത് മാത്രമല്ല, ഓട്ടത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല ഈ കമ്പനിയെ ബാധിക്കുന്ന കാര്യങ്ങളോടാണ്. വണ്ടി എടുക്കാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. മാത്രമല്ല ഇന്ന് നിരത്തിൽ ഒരുപാട് ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ബജാജിന്റെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ബജാജ് ആറുടെ TVSന്റെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ആ വണ്ടി വെച്ച് നോക്കാൻ നേരത്തെ അതിനകത്ത് പോസിറ്റീവ് വശങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിന്റെ കാര്യങ്ങൾ കമ്പനി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ മഹേന്ദ്രയുടെ ഈ ആട്ടോയുടെ നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കമ്പനി ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യത്തോടു കൂടി ചെയ്യേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി, ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. നമസ്കാരം.